ഹലോ, ഇന്നത്തെ നമ്മുടെ നൈറ്റ് ഔട്ടിങ് കോഴിക്കോട് ബീച്ചിലേക്കാണ്. ഞാനും അമ്മയും ചേച്ചിയും ഈവും പിന്നെ കുട്ടാപ്പേട്ടനും നീതേച്ചിയും ആദ്യം അപ്പൂസും ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കാറെടുത്ത് വന്നതാണ്. ഈവോനും ആദ്യം അപ്പൂസിനെയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ വരണമെന്ന് ഞങ്ങൾ കുറേ ആയി പറയണ്ടായിരുന്നു. അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ വന്നപ്പം ഇവിടെ തന്നെ ആയിപ്പോയി കാറ് പാർക്ക് ചെയ്തത്. ഇനിയിപ്പോൾ അങ്ങ് തലക്കൽ വരെ നടന്നെത്തണം. നമ്മുടെ മെയിൻ ഉദ്ദേശം ഫുഡ് കഴിക്കലാണല്ലോ. അപ്പോൾ ഈ ചായ കുടിക്കണം, പിന്നെ ഐസരതിയൊക്കെ കഴിക്കണം. അപ്പോൾ അങ്ങ് തലക്കിലെത്തണ്ടേ ഇനി നടന്നിട്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നടന്നു പോകുമ്പം ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് ഇരുന്ന് അപ്പോൾ ഈ കടലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കടല കഴിച്ച് പിന്നെ ഈ ഇട്ടാപ്പൊട്ടി ഉണ്ടല്ലോ, ആ സാധനം പൊട്ടിക്കുന്ന പരിപാടിയിലാണ് ഈവു ആദ്യ അപ്പൂസും ഒക്കെ. ഇന്നിവിടെ ബീച്ചിൽ വന്നപ്പം അങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അതെന്താണെന്നറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ലേറ്റായി വന്നിട്ടാണോ എന്ന് അറിയുന്നൂടാ. സാധാരണ ഇവിടെ വരുമ്പം ഒടുക്കത്തെ തിരക്കാണ് ഉണ്ടാവാറ്. ഇനിയിപ്പോൾ അങ്ങ് എത്തുമ്പോൾ അങ്ങോട്ടേക്ക് തിരക്കുണ്ടാവുമെന്നും അറിയില്ല കേട്ടോ. പോയി നോക്കാം തിരക്കുണ്ടോയെന്ന്. ബീച്ചിൻ്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ തിരമാലയൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിൽ മൊത്തം നിൽക്കണം കുട്ടികളെ വഴി തെറ്റിക്കാനായിട്ട് ഫുള്ള് സാധനങ്ങളായിരുന്നു. അത് കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ, ഈ ബൂസിനും എല്ലാവർക്കും കരച്ചിൽ ബഹളമായി ഓരോ സാധനങ്ങൾ വേണം. അങ്ങനെ കുറേ എണ്ണം നിൽക്കുന്ന മുപ്പത്തി കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി എന്താ എടുക്കേണ്ടതെന്നുള്ള ആലോചനയിലാണ്. എന്തൊക്കെയോ എടുക്കാൻ പോകുന്നുണ്ട്. ഇനി അധികം അവിടെ തന്നെ നിന്നാൽ പണി കിട്ടുമെന്ന് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ മെല്ലെ ഇവൂനിയൊക്കെ കൂട്ടി അവിടുന്ന് സ്കൂട്ടായി. അതൊക്കെ കഴിഞ്ഞാൽ ഇവർ ഈ ഇട്ടാപ്പൊട്ടിമേലാണ്, ഇത് എറിഞ്ഞ് കളിക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. അതിൻ്റെ കൂടെ ഈ ബബിൾസും ഉണ്ട് കേട്ടോ. ഇവുൻ്റെയിൽ ബബിൾസാണ്, അപ്പൂസിൻ്റെയിൽ ഇട്ടാപ്പൊട്ടിയായിരുന്നു. ഒരു രണ്ടാളും ഇങ്ങനെ അത് വെച്ച് കളിക്കുകയാണ്. ആദ്യം പിന്നെ വേറെ എന്തോ ഒരു സാധനമാണ് വാങ്ങിയത്. അതുകൊണ്ട് ഓനും ഇവരെ സാധനം വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിന്ന്. പിന്നെ അതാ ഞങ്ങൾ നടന്ന് നമ്മുടെ മെയിൻ സ്പോട്ടിലെത്തി. ഇവിടെ ചൊരണ്ടീസ് കഴിക്കാൻ. ചൊരണ്ടീസ് കഴിക്കുന്നിടത്തിലൊന്നും വലിയ തിരക്കില്ലായിരുന്നു, കുറവായിരുന്നു കമ്പാരേറ്റീവ്ലി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഏതായാലും ഇവിടെ വരെ നടന്നതില്ലേ, ഇനി ഒന്ന് ബീച്ചിലൊക്കെ ഇറങ്ങി കാലൊക്കെ നനച്ചിട്ട് വരാം, എന്നിട്ട് കഴിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ഞങ്ങൾ ബീച്ചിലിറങ്ങുകയാണ്. ബീച്ചിലിറങ്ങാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് കാലൊന്ന് നനയ്ക്കുള്ളൂ, അല്ലാണ്ട് ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ എടുത്ത് വരികയാണെങ്കിൽ ഇവൂനൊക്കെ ഇറങ്ങായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊന്നും എടുക്കാത്തത് കൊണ്ട് ജസ്റ്റ് കാല് മാത്രം നനച്ചിങ്ങനെ ഇരുന്നു. ഇവന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇവന് ബീച്ചിൽ വരുന്ന എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. ഈ ബീച്ചിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കല്ലിലേക്ക് വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ചിരിയും കളിയും സന്തോഷമൊക്കെ ആയിരിക്കും. ബീച്ചിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവനും ആദിക്കും അപ്പൂസിനും ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ച്. ഞങ്ങൾ 4 ആൾക്കാരും പിന്നെ ചൊരണ്ടീസ് കഴിച്ച്. ചൊരണ്ടീസിൽ എനിക്ക് മിക്സ് ആട്ടോ എൻ്റെ ഫേവറേറ്റ്. എനിക്ക് എരു മധുരം സെപ്പറേറ്റ് ഉള്ളത് ഇഷ്ടമല്ല. ഇത് മിക്സാക്കി കഴിക്കുമ്പോഴാണ് ഈ എരുമധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും കഴിക്കൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉപ്പിലിട്ട് എന്തൊക്കെയോ വാങ്ങിച്ച് കഴിച്ചു. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്കാണ് പോകുന്നത്. അടുത്ത സ്പോട്ട് ചായയും കടിയാണല്ലോ. ഇവിടെ വന്നാൽ പിന്നെ കാടമുട്ടയും കോളിഫ്ലവറൊന്നും കഴിക്കാണ്ട് എങ്ങനെയാണ് പുറേ പോകുന്നത്. ഇതും ഞങ്ങൾ ആ കടയിലുള്ള എല്ലാ സാധനവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരോ പ്ലേറ്റ് വെച്ച് വാങ്ങിച്ച് ഞങ്ങൾ കുറേ ഐറ്റംസ് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. എല്ലാം പിന്നെ ബീച്ചിൽ വന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയാണെങ്കിൽ ഞങ്ങൾ കാറ് വെച്ചത് അങ്ങ് തലക്കലായതുകൊണ്ട് അതുവരെ നടന്നെത്തണം. അതാണ് അടുത്ത ടാസ്ക്. അത് ഇവരെ 3 കൊണ്ട് ഇതിലെങ്ങനെ നടക്കുമ്പോഴേ ഈ കളിക്കുന്ന സാധനം ആ ബലൂണ് അങ്ങനത്തെ കുറേ ലൈറ്റ് ഐറ്റംസൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവരെ കണ്ണ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടേക്ക് പോവും. അതുകൊണ്ട് അതൊന്നൊക്കെ തട്ടി മാറ്റി ഇങ്ങനെ അവരെ ഈ അറ്റത്തെത്തിക്കൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടാപ്പേട്ടൻ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കാറെടുത്തിട്ട് വരാമെന്ന്. ഇവുൻ്റെ അപ്പൂസിൻ്റെയൊക്കെ കയ്യിൽ കണ്ടില്ലേ, ഇതൊക്കെ ഞങ്ങളിങ്ങനെ വാങ്ങിച്ചു കൂട്ടിയതാണ്. അങ്ങനെ കുട്ടാപ്പേട്ടൻ കാറെടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഫുഡ് കഴിക്കാനൊന്നും എനിക്ക് കയറുന്നില്ല, വയറ് ഫുള്ളാണ്. അത്രയും സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഇനി അപ്പം നേരെ വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ